വൈദ്യുതി ചാർജ് അടച്ചില്ലെന്ന് ആരോപിച്ച് വൈക്കത്ത് KSEB അധികൃതർ ജോയിന്റ് RTO ഓഫീസിലെ വൈദ്യുതി വിച്ഛേദിച്ചതിനെ തുടർന്ന് 2 മണിക്കൂറോളം ഓഫീസിന്റെ പ്രവർത്തനം തടസ്സപ്പെട്ടു. വ്യാഴാഴ്ച രാവിലെ 9:30 സംഭവം. RTO ഓഫീസുകളുടെ വൈദ്യുതി ചാർജ് ഹെഡ് ഓഫീസ് വഴിയാണ് KSEBയിൽ അടയ്ക്കുന്നത്. 1000 രൂപയോളമാണ് വൈക്കം RTO ഓഫീസിലെ വൈദ്യുതി ചാർജ്. ഈ തുക ഹെഡ് ഓഫീസിൽ നിന്നും അടച്ചിരുന്നു. നിലവിൽ ഫെബ്രുവരി മുതലുള്ള തുക അടയ്ക്കാനുണ്ടെങ്കിലും അതിന്റെ ഡിസ്കണക്ഷൻ തീയതി ഏപ്രിലാണ്. തെറ്റിദ്ധാരണ മൂലമാണ് വൈദ്യുതി വിച്ഛേദിച്ചതെന്നും പണമടച്ചത് പരിശോധിക്കണമെന്നും KSEB അധികൃതരോട് പറഞ്ഞെങ്കിലും അംഗീകരിക്കാതെ KSEB അധികൃതർ വൈദ്യുതി വിച്ഛേദിക്കുകയായിരുന്നുവെന്ന് വൈക്കം ജോയിന്റ് RTO D ജ്യോതികുമാർ ആരോപിച്ചു. ആൾക്കാർ ഈ 11 വരെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഫുൾ ഓൺലൈൻ ആയതുകൊണ്ട്. അപ്പൊ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. അവരേതായാലും നമ്മൾ വിളിച്ചു പറഞ്ഞ് ധരിപ്പിച്ചു, ഇങ്ങനെയൊക്കെ സിറ്റുവേഷനുള്ള ഓഫീസാണ്, അത് റീകണക്ട് ചെയ്ത് തരണം എന്ന് പറഞ്ഞു. അപ്പൊ അവര് അതിനകത്ത് വലിയ എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഇത് ആദ്യമായിട്ടാണ് നമുക്ക് ഈ ഓഫീസിൽ വരുന്നത്. 1.5 മണിക്കൂറോളം നമ്മുടെ സ്തംഭിച്ചു. പ്രവർത്തനം 1.5 ചെയ്യാതായി വല്ലാതെ. പിന്നീട് സംഭവം വിവാദമായതോടെ KSEB അധികൃതർ RTO ഓഫീസ് അധികൃതരുമായി ബന്ധപ്പെട്ട് തെറ്റുബോധ്യപ്പെട്ടതിനെ തുടർന്ന് 11:45 വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചത്. വിവിധ ആവശ്യങ്ങളുമായി ദൂരസ്ഥലങ്ങളിൽ നിന്നും എത്തിയ നിരവധി പേർ ഇതുമൂലം സേവനം ലഭിക്കാതെ മടങ്ങിപ്പോകേണ്ട സ്ഥിതിയിലായി. എൻലൈറ്റ് ന്യൂസ്, വൈക്കം.